ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസദ്ദീൻ സർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രോബ്ലം സോൾവിങ്. ഓക്കെ, അതിനകത്ത് വളരെ ടഫാണ് എല്ലാവർക്കും. എന്താണ് ഒരു ഫ്ലോ ചാർട്ട് എങ്ങനെ വരയ്ക്കുക, എങ്ങനെ ഡ്രോ ചെയ്യുക എന്നുള്ളത് വളരെ കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അത് നമുക്ക് ഡീറ്റെയിൽ ലൈവിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്നെയാണെങ്കിൽ ഒരു പ്രത്യേകം ഒരു ക്വസ്റ്റ്യൻ പലരും റിക്വസ്റ്റ് ചെയ്തതാണ്. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു പ്രിന്റ് നമ്പേഴ്സ് ഫ്രം 1 to 100. 1 തൊട്ട് 100 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക. വളരെ സിമ്പിളാണ്, നമുക്ക് നോക്കാം. ഓക്കെ, 1 തൊട്ട് 100 വരെ പ്രിന്റ് ചെയ്യാനില്ലേ. അപ്പോൾ നോക്കാം. സ്റ്റെപ്പ് 1 എന്താണ്? നമുക്ക് സ്റ്റാർട്ടിന് സ്റ്റോപ്പിന് യൂസ് സിമ്പിൾ എന്താണ്? എലിപ്സ് ആണ് അല്ലേ, എലിപ്സ്. അപ്പോൾ സ്റ്റാർട്ട് കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടുത്ത് നോക്കാം. എന്താണ് അടുത്ത? നമ്മുടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ മുതലാണ് 1 മുതൽ ഇവിടെ വെക്കുക. നമുക്കിപ്പോൾ നമ്മൾ മുന്നത്തുള്ള പ്രോഗ്രാംസിലൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രിന്റ് എന്ന് പറഞ്ഞ ടാസ്ക് അവിടെ ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്തു, ഒരിക്കൽ ഒന്നിൽ കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നമുക്കിവിടെ 1 പ്രിന്റ് ചെയ്യണം, 2 പ്രിന്റ് ചെയ്യണം, 3 പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ പ്രിന്റ് എന്ന് പറഞ്ഞ ടാസ്ക് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ആ പ്രിന്റ് എന്ന് പറഞ്ഞ ടാസ്ക് റിപ്പീറ്റ് ചെയ്യുന്ന ലഭിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ നമ്മുടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ മുതലാണ്? 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതൽ. അപ്പോൾ 1, 2, 3, 4 അങ്ങനെ 10 വരെ 100 വരെ പ്രിന്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് 1 മുതൽ അല്ലേ. അപ്പോൾ അവിടെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യും? 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും. സോ ഞാൻ സിമ്പിൾ എന്ത് കൊടുത്തു? 1 കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇത് 1 എങ്ങോട്ട് അസൈൻ ചെയ്തു? ഐയിലോട്ട് അസൈൻ ചെയ്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ. അപ്പോൾ 1 മുതൽ ഐയുടെ വാല്യൂ 1 സ്റ്റാർട്ട് ചെയ്തു. ഐയുടെ വാല്യൂ എവിടെ അവസാനിക്കും? ഐയുടെ വാല്യൂ എവിടെ അവസാനിക്കും? 100 അവസാനിക്കും. അഥവാ ഈസ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പം 1 തൊട്ട് 100 വരെ അഥവാ ഐയുടെ വാല്യൂ ഇപ്പോൾ 1-നേക്കാളും ചെറുതാണെങ്കിൽ എന്തുമായിരിക്കും? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്നെ ആയിരിക്കും വരുന്നത്? പ്രിന്റ്. എന്താണ്? പ്രിന്റ് ഐ. ദെൻ ഐ ഇസ് എന്താണ്? ദെൻ ഐ ഇസ് ഇക്വൽ ടു i+1. ഓക്കെ, എന്നിട്ട് മക്കളെ എന്താണ്? ഇങ്ങോട്ട് ഡയറക്ഷൻ തിരിച്ചു പോടാ. എന്നിട്ടാണെങ്കിൽ ലൂപ്പ് ആകുമ്പോൾ തിരിച്ചെന്താണ്? ഈ ഐ ഇസ് ഇക്വൽ i+1 കഴിഞ്ഞിട്ട് വർക്ക് ഇങ്ങോട്ട് വരും, ഇതാണ്ട് ഇങ്ങോട്ട് വരും. എങ്ങോട്ടായാലും വീണ്ടും കണ്ടീഷൻ ഇട്ട് വരും അല്ലേ, വീണ്ടും കണ്ടീഷൻ ഇട്ട് വരും. ഓക്കെ, ക്ലിയർ? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രിന്റ് ചെയ്യും ഐ ഇസ് ഇക്വൽ i+1 ആണ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ? കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ സ്റ്റോപ്പ് ആയിരിക്കും. സോറി, കണ്ടീഷൻ ഫോൾസ് ആണ് സ്റ്റോപ്പ്. സ്റ്റാർട്ടിന് സ്റ്റോപ്പ് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? എലിപ്സ്. ഓക്കെ, എലിപ്സ് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇതാണെന്ത്? 1 തൊട്ട് 100 വരെ പ്രിന്റുള്ള അൽഗോരിതം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എല്ലാവരും എന്താ ചെയ്യുക? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും ലൈവുകളൊക്കെ കാണാം. ബൈ, സീ യു.